ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കാര ഫ്രൈ ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് പേര് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനെല്ലാം നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു വരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനാവശ്യമായ മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് കൂടെ നമ്മൾ പിഴിഞ്ഞ് വയ്ക്കണേ. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ മീനിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 മിനിറ്റ് നമുക്ക് ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു മസാലയും കൂടെ വേണേ. ഇത് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. ഒരു 3-4 മുളകും കുറച്ച് വെളുത്തുള്ളിൻ്റെ തൊലിയോട് കൂടി വെച്ചേക്കാണ്. അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് ഫ്രൈ ആക്കാം. നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതും അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് ഒന്നൊന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്യണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ ഒരു മസാലയാണ് ഇതിൻ്റെ രഹസ്യ കൂട്ട്. ഇത്രയും മതിയെ. നമുക്കിനി അതിനെ കോരിയെടുക്കാം. നമ്മുടെ മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതും കൂടെ ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.